ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പഴയ പാലം ഇനി ഓർമ്മയായി മാറും. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിലുള്ള ഏറ്റവും വലിയ പാലമാണ് നീലേശ്വരത്തെ കാര്യങ്കോട് പാലം. ദേശീയപാത വികസന പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇവിടെ പുതിയ പാലം പണിതീർത്ത് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. 302 മീറ്റർ നീളത്തിലും 16 മീറ്റർ വീതിയിലുമുള്ളതാണ് പുതിയ പാലം. പഴയ പാലത്തേക്കാൾ 90 മീറ്റർ നീളം കൂടുതലുണ്ട്. 38 മീറ്റർ നീളമുള്ള 7ഉം 36 മീറ്റർ നീളമുള്ള ഒരു സ്പാനുമുള്ള പാലത്തിന് 9 തൂണുകളാണുള്ളത്. പാലം തുറന്നതോടെ ഇനിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇതിലൂടെ തന്നെയാകും. ഒരാഴ്ചക്കകം തന്നെ പഴയ പാലം പൊളിച്ചു നീക്കി പടിഞ്ഞാറ് ഭാഗത്തായി പണിയുന്ന രണ്ടാമത്തെ പുതിയ പാലത്തിനുള്ള പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് വിവരം. ഇതിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ പള്ളിക്കര മേൽപ്പാലം മുതൽ ചെറുവത്തൂർ മട്ടലായി വരെയുള്ള യാത്ര ഏറെ സുഖകരമാകും. പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയതിനാൽ അധികം വൈകാതെ തന്നെ പഴയ പാലം ഓർമ്മയായി മാറും. 1963 ഏപ്രിൽ 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറാണ് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ആദ്യത്തെ പാലം തുറന്നുകൊടുത്തത്. പാലം വരുന്നതിനു മുമ്പ് കാര്യങ്കോട് പഴയ കടവിൽ നിന്ന് ചങ്ങാടത്തിലായിരുന്നു ആളുകളെ ഇരുകരകളിലേക്കും എത്തിച്ചിരുന്നത്. 1957 ആദ്യ EMS സർക്കാരാണ് പുതിയ രൂപരേഖ തയ്യാറാക്കി ഇവിടുത്തെ ആദ്യ പാലത്തിന്റെ പണി ആരംഭിച്ചത്. മംഗലാപുരം ചെറുവത്തൂർ തീരദേശ റോഡ് എന്ന പേരിലാണ് അക്കാലത്ത് ഈ പാത അറിയപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.